ഇന്ന് നമുക്കൊരു ക്യാരറ്റും ഡേറ്റ്സും വെച്ചൊരു കേക്ക് ഉണ്ടാക്കിയാലോ. അതിനു വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് ഷുഗർ ഇട്ട് കാരമൽ ചെയ്തെടുക്കണം. കാരമൽ ചെയ്യുമ്പോൾ അല്പം അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരമൽ ചെയ്യണം. അതിന് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ് കാരമൽ ചെയ്തെടുത്ത പാത്രത്തിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ഒരു കപ്പ് ഡേറ്റ്സ് ചെറുതായി കട്ട് ചെയ്ത് ഇതിൻ്റെ മിക്സിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മിക്സ് ആകുന്നത് വരെ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ടയും വാനില എസൻസും ചേർത്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു ജാറിലേക്ക് പഞ്ചസാര ഇട്ട് അതിന് നന്നായി പൊടിച്ചെടുക്കുക. അതിനുശേഷം ഈ മുട്ടയുടെ മിക്സിലേക്ക് അതിന് ഇട്ട് കൊടുക്കുക. പിന്നെയും നന്നായി ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ശേഷം ബാറ്ററിന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് 2 കപ്പ് ഗോതമ്പാവും, ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഗോതമ്പാവാണ് എടുത്തിട്ടുള്ളത്, 2 സ്പൂണ് ബേക്കിംഗ് പൗഡറും 1 സ്പൂണ് ബേക്കിംഗ് സോഡയും എടുത്ത് മിക്സ് ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ക്യാരറ്റും ഡേറ്റും മിക്സും ചേർത്ത് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ടിന്നിലേക്ക് ഒഴിച്ചതിന് ശേഷം ഈ രീതിയിൽ ഗ്യാസ് സ്റ്റവിൽ ഒരു പാത്രം 10 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലും 25 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലാണ് വെച്ചത്. ഇപ്പം എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് പഞ്ഞിപ്പോലുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് ഹെൽപ്പുമാണ്. നല്ല സോഫ്റ്റായിട്ട് ഞാൻ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഗോതമ്പാവ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദമാവും യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ കേക്ക് ഇഷ്ടപ്പെട്ടവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുണ്ട്.